ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അസ്ഗർ യാസിൻ. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ്. അപ്പോൾ ആ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മൾട്ടി വൈറ്റമിൻസും മിനറൽസും ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് മൾട്ടി വൈറ്റമിൻസും മിനറൽസും സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടി വൈറ്റമിൻസും മിനറൽസും എന്താണ്, അതിൽ നമുക്ക് ഫസ്റ്റ് കിടക്കാം. അപ്പോൾ മൾട്ടി വൈറ്റമിൻസും മിനറൽസും അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം കറക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹെൽഡ് ചെയ്ത് നിർത്താം, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള എനർജി ലെവൽ പ്രോപ്പറായിട്ട് ബോഡിക്ക് സപ്ലൈ ചെയ്യാം. ഇതാണ് ജനറൽ ആയിട്ട് മൾട്ടിവൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും വരുന്ന ഒരു അവർ മൾട്ടിവൈറ്റമിൻസ് മിനറൽസ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ മൾട്ടിവൈറ്റമിൻസിന്റെ മിനറൽസിന്റെ റോൾ വരുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ നെയിൽസിന്റെ ഹെൽത്ത്, അതുപോലെ തന്നെ ഹെയറിന്റെ ഹെൽത്ത്, ഇത് കൂടാതെ തന്നെ നമ്മുടെ കാഴ്ചശക്തി, ഇതിനെയൊക്കെ മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് മൾട്ടിവൈറ്റമിൻസ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മൾട്ടിവൈറ്റമിൻസിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ, മൾട്ടിവൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കുറവ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ സ്കിന്നിന് ഹെൽത്ത് പോകും, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെ ക്വാളിറ്റി പോകും, കണ്ണിന് കാഴ്ചശക്തി കുറവ് വരും, ഇതേപോലെ തന്നെ നെയിൽസിന്റെ ക്വാളിറ്റി പോകും. അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് ഇഷ്യൂസ്, നമ്മുടെ അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലായിരിക്കും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ തകരാറിലാവും. അപ്പോൾ പിന്നെ നമ്മുടെ എനർജി സോഴ്സ്, നമ്മുടെ ബോഡിയിലേക്ക് കൺസ്യൂം ചെയ്യുന്ന എനർജി പ്രോപ്പറായിട്ട് ബോഡിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഇഷ്യൂസ് വരുന്നത്, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ മെറ്റാബോളിസം ഡൗൺ ആവുക, ഇതൊക്കെയാണ് പൊതുവായിട്ട് വരുന്ന മൾട്ടിവൈറ്റമിൻസിന്റെ കുറവ് കൊണ്ട് വരുന്ന ഇഷ്യൂസ്. പിന്നെ മിനറൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് മിനറൽസിന്റെ ആവശ്യമുണ്ട്, അതായത് സിങ്ക്, പൊട്ടാസ്യം, ഇതൊക്കെ. അതായത് പൊട്ടാസ്യം എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ബോഡിക്ക് പൊട്ടാസ്യം, സോഡിയം, ഇതൊക്കെ വരുന്ന മിനറൽസിൽ വരുന്നതാണ്. ഈ ഒരു മിനറൽസിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യം, സോഡിയം ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു മിനറൽസ് ആണ്. അതായത് നമ്മുടെ ബോഡിയുടെ മസിൽ കൺട്രാക്ഷൻ ബേസ് ചെയ്ത് വരുന്ന രണ്ട് മിനറൽസ് ആണ് സോഡിയവും പൊട്ടാസ്യം. അപ്പോൾ ഈ രണ്ട് മിനറൽസിന്റെ കുറവ് നമ്മുടെ ബോഡിയിൽ വന്നാൽ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽ കൺട്രാക്ഷൻ സ്റ്റോപ്പ് ആവും, അതായത് നമുക്ക് ക്രാംസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സോഡിയം, പൊട്ടാസ്യം എന്നുള്ള മിനറൽസിന്റെ കുറവ് വന്നാൽ സംഭവിക്കുക. അതുപോലെ തന്നെ മിനറൽസിൽ വരുന്നതാണ് സിങ്ക്. സിങ്ക് നമ്മുടെ ബോഡിയിലെ ഹോർമോൺസിന്റെ ബാലൻസ്, അതായത് ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരം മിനറലാണ് സിങ്ക് വരുന്നത്. അതുപോലെ തന്നെ അയൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ബ്ലഡിന്റെ അളവ്, ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനറലാണ് അയൺ വരുന്നത്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ, അപ്പോൾ ഇത് ഈ പറഞ്ഞിട്ട് വൈറ്റമിൻസ് ആയാലും പിന്നെ വരുന്ന കാൽസ്യം, നമ്മുടെ ബോണിനെ ഹെൽപ്പ് ചെയ്യും, ബോണിന്റെ ഡെൻസിറ്റിയെ ഹെൽപ്പ് ചെയ്ത് നിർത്തുന്ന കാൽസ്യം ആയാലും, അതുപോലെ തന്നെ വരുന്ന മിനറൽസ് ആയ ഞാൻ പറഞ്ഞിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, അതുപോലെ തന്നെ സിങ്ക്, ഈ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഏതിലൊക്കെ ഫുഡിലാണ് നമുക്ക് ഈ മൾട്ടിവൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുക എന്നുള്ളത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മൾട്ടിവൈറ്റമിൻസും മിനറൽസും നമുക്ക് ഒരു പരിധി ലിമിറ്റ് വരെ നമുക്ക് ഇത് കിട്ടുന്നുള്ളൂ. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ മൾട്ടിവൈറ്റമിൻസും മിനറൽസും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഡയറ്റിനകത്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്യാം. അത് കൂടാതെ തന്നെ നമുക്ക് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കുറവ് ബോഡിക്ക് ഉണ്ടെന്നില്ല, ഡെഫിഷ്യൻസി വരുന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിവൈറ്റമിൻസിന്റെ സപ്ലിമെന്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ജിമ്മിൽ പോകുന്നവരെന്നോ അല്ലാത്തവരെന്നോ ഇല്ല, നമുക്ക് പൊതുവെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഈ മൾട്ടിവൈറ്റമിൻസിന്റെ സപ്ലിമെന്റ്സ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡെയിലി വൈറ്റമിൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ടുള്ള അളവിൽ കഴിക്കുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ട് വരും. കാരണം നമ്മളൊരു ബോഡിക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള റിക്വയർമെന്റ് വൈറ്റമിൻസിന്റെ അളവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ എത്ര തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ചാലും തികയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റ്സ് പർച്ചേസ് ചെയ്യാം, അത് യൂസ് ചെയ്യാം. അത് ഇന്ന ബ്രാൻഡ് എന്നില്ല, നിങ്ങൾക്ക് മൾട്ടി വൈറ്റമിൻസും മിനറൽസും കമ്പൈൻ ചെയ്ത് വരുന്ന ഏതൊരു സപ്ലിമെന്റ്സ്, അതായത് മെഡിക്കൽ ഷോപ്പിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റ്സ്. അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൽ എല്ലാവരും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു മൾട്ടി വൈറ്റമിൻ നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബോൺ ഡെൻസിറ്റി, നമ്മുടെ ഹെൽത്ത്, അതായത് നമ്മുടെ ബോഡി, സ്കിൻ, ഹെയറിൻ്റെയൊക്കെ ഹെൽത്ത് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിർത്താൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. കൂടാതെ തന്നെ എൻ്റെ വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസിനായിട്ട്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മസ്സലാമ, ടേക്ക് കെയർ.